UPI ഉപയോഗിക്കാത്തവർ ഇന്ന് വിരളമാണ്. എന്നാൽ UPI സർക്കിൾ എന്നതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം? ഒറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമുള്ള ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഒരേ UPI ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഈ സാഹചര്യം പരിഗണിച്ച് ഒരു UPI അക്കൗണ്ട് പല വ്യക്തികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ UPI സർക്കിൾ എന്ന ഫീച്ചർ അവതരിപ്പിച്ചിരുന്നു. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് UPI സർക്കിൾ. ഇതിലൂടെ മുതിർന്ന പൗരന്മാർ, കുട്ടികൾ, ഭാര്യ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ എന്നിവർക്ക് UPI വഴി പണമടയ്ക്കാനുള്ള സൗകര്യം UPI അക്കൗണ്ട് ഉടമയ്ക്ക് നൽകാം. ഇതിന് കീഴിൽ UPI ഇടപാടുകൾ നടത്താൻ ഒരു പ്രാഥമിക ഉപയോക്താവിന് പരമാവധി 5 പേരെ അനുവദിക്കാം. UPI സർക്കിൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. UPI ആപ്പ് തുറന്ന് UPI സർക്കിൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ ചേർക്കുന്നതിന് 2 ഓപ്ഷനുകൾ ലഭിക്കും. QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ UPI ID നൽകുക. UPI ID ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ UPI ID നൽകുമ്പോൾ ആഡ് ടു മൈ UPI സർക്കിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ചേർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും. ആ വ്യക്തി കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. ഇതിൽ 2 ഓപ്ഷനുകൾ ലഭിക്കും. സ്പെൻഡ് വിത്ത് ലിമിറ്റ് അല്ലെങ്കിൽ അപ്രൂവ് എവരി പേയ്മെന്റ് എന്നിവയാണ് 2 ഓപ്ഷനുകൾ. ആദ്യ ഓപ്ഷനിൽ ഇടപാടുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ എല്ലാ ഇടപാടുകൾക്കും അംഗീകാരം നൽകണം. ആവശ്യാനുസരണം ഇതിലൊന്ന് തിരഞ്ഞെടുക്കുക. സ്പെൻഡ് വിത്ത് ലിമിറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രതിമാസ ചെലവ് പരിധികൾ, അംഗീകാരം അവസാനിക്കുന്ന തീയതി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ പൂരിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം UPI പിൻ നൽകി പ്രക്രിയ പൂർത്തിയാക്കുക. അങ്ങനെ രണ്ടാമത്തെ ഉപയോക്താവിനെ UPI സർക്കിളിലേക്ക് ചേർക്കാം.